ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ എൽദോസ് രാജു. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. താമര ആമ്പലമൊക്കെ വിട്ടിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. എൻ്റെ സുഹൃത്താണ്, സിനാജ് എന്നാണ് പേര്. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോക്കാഡോ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത്, അതും 100% ഉറപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെളിവുണ്ട്. എൻ്റെ ഈ പുറകെ നിൽക്കുന്ന ഈ അവോക്കാഡോ നിറയെ പൂത്തിട്ടുണ്ട്, നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിൻ്റെ വർഷവും എല്ലാ വർഷവും ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇത്. ചേട്ടൻ ഇത് എല്ലാവരും അറിയണം. കാരണം ഒത്തിരി ആളുകൾ അവോക്കാഡോ തൈകൾ പല നഴ്സറികളിൽ നിന്നും വാങ്ങി വർഷങ്ങളോളം നട്ടിട്ട് പോലും അതിൽ നിന്ന് കായ കിട്ടാതെ വിഷമിച്ചിരിപ്പുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ. ഇദ്ദേഹത്തിന്റെ അവോക്കാഡോ വേണ്ട K3 പിറവം അവോക്കാഡോ എന്നാണ് ഇതിന്റെ പേര്. കൂടുതൽ കാര്യങ്ങൾ സിനാജ് ചേട്ടൻ തന്നെ പറയും. നമുക്ക് സിനാജ് ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ പരിചയപ്പെടുത്തി. എൻ്റെ പേര് സിനാജ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് കക്കാട് മുടക്കിൽ പാലത്തിൻ്റെ അടുത്താണ് വീട്. ഈ അവോക്കാഡോ കഴിഞ്ഞ 3 വർഷമായിട്ട് നന്നായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യം 3-ാം വർഷം അത് കാച്ചു. ആദ്യം ഒരു 16 കായാണ് ഉണ്ടായത്. രണ്ടാമത്തെ പ്രാവശ്യം ഏതാണ്ട് 450 കായകളും ഇതിനകത്തുണ്ടായി. ഇത് 3-ാമത്തെ പ്രാവശ്യം ആണിത് കാച്ചിരിക്കുന്നത്. 3-ാമത്തെ പ്രാവശ്യവും ഏകദേശം നിറയെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വീണ്ടും അതിൽ പൂക്കലകളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തൈ പുറത്തിറക്കും. ഇത് നമുക്ക് വേറെ ഇതിന് പ്രത്യേകിച്ച് ബ്രാഞ്ചുകളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ സെയിൽ ചെയ്യും. പുറത്തെങ്ങും ബ്രാഞ്ചുകളില്ല. ഇല്ല അല്ലേ? ഓക്കെ. അല്ല, പല ഷോർട്ട് നെയിമിലൊക്കെ പല പേരുകളിലും നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് യാതൊരു സത്യസന്ധതയും ഇല്ല. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ അവോക്കാഡോയാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റ് 3-ാം വർഷം കാച്ചു. ആണല്ലേ? സിനാജേട്ടാ, ഇതാണ് തൈ. ഇത് എത്ര മാസം പ്രായമുണ്ട്? ഇപ്പൊ 3 മാസം പ്രായമുള്ള തൈയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നടുന്ന രീതി എങ്ങനെയാണോ? നടുമ്പോൾ നമ്മൾ കാര്യമായ ജൈവവളം, കുറച്ച് ജൈവവളം ഇട്ട് നടുക. അതായത് ചാണകപ്പൊടി, അങ്ങനെ എന്തെങ്കിലും ജൈവവളം മാത്രം ഉപയോഗിച്ച് നടുക. കുറച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെയുള്ള മിക്സൊക്കെ കൂടി നട്ടാൽ മതി. രാസവളം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാറില്ല. ഓക്കെ. രാസവളം ഉപയോഗിക്കണ്ട. അപ്പൊ ജസ്റ്റ് ചാണകപ്പൊടി. കുഴിക്ക് എത്ര വലിപ്പം വേണം, അങ്ങനെ എന്തെങ്കിലും? കുഴി സാധാരണ ഒരു കുഴി അതിന്റെ ആവശ്യമുള്ളൂ. സാധാരണ ഒരു കുഴി ഒഴിച്ച് ഇതിന് വെയിൽ എങ്ങനെയാണ്? വെയിൽ അത്യാവശ്യം വെയിൽ വേണം. ഒരു 50% വെയിൽ വേണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമ്മൾ നടാനായിട്ട്. ഇപ്പൊ ചേട്ടൻ്റെ എത്ര നാളായിട്ട് വിപണിയിൽ എന്ന് വെച്ചാൽ അറിയാവുന്ന ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി? കഴിഞ്ഞ വർഷം തൈ ഇറക്കിയായിരുന്നു. ആ തൈ പെട്ടെന്ന് തീർന്നു. 120 തൈ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ആ തൈ തീർന്നു. ഇത് 2-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ബൾക്കായിട്ട് ചെയ്ത്. അതെ. ഇപ്പൊ നമുക്ക് ഏകദേശം ബൾക്കായിട്ട് ഇപ്പൊ ഒരാൾക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു 500 തൈ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട്. ഒരാളുടെ സഹായം ഇല്ലാതെ അദ്ദേഹം തന്നെ വീട്ടിലിരുന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത തൈകളാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് 500 തൈ, ഇപ്പൊ 500 തൈ ആവശ്യപ്പെട്ടാൽ പോലും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇതെങ്ങനെയാണ് നടണ്ടേ, നിങ്ങൾക്ക് ത്രൂ ഔട്ട്. നിങ്ങളിത് വൺസ് മേടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ കൈ കഴുകുന്ന ആളല്ല. നിങ്ങൾക്ക് ത്രൂ ഔട്ട് എന്ത് സഹായം വേണമെങ്കിലും അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ ഈ ഇനം ഉള്ളൂ. അതുകൂടി പറയട്ടെ, ഇതിന് പ്രത്യേകിച്ച് ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഈ പേരിൽ അദ്ദേഹം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അദ്ദേഹം നിങ്ങൾക്ക് അയച്ചു തരും. ഒരു കേടുമില്ലാതെ ഇതേ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇതേ ഫ്രഷ്നെസ്സോടുകൂടി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹം എത്തിച്ചു തരും. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. മറക്കണ്ട, K3 പിറവം അവോക്കാഡോ.